ഹായ് ചക്കരകളി, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിചാരിക്കണം. നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ ചായ കുടിക്കുകയാണ്. അപ്പോൾ ഞാൻ ചായ കുടിക്കാൻ വന്ന സമയത്ത് നമ്മുടെ പൂച്ചക്കുട്ടികൾ ഉള്ളിൽ ഒരേ കളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ രണ്ടാളും കൂടെ നല്ല കടുപിടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മാറ്റി വിട്ടതാണ്. അങ്ങനെ നമ്മളിരുന്ന് ചായയൊക്കെ കുടിച്ചു. ഇന്ന് സ്കൂളില്ല, ശ്രീകൃഷ്ണ ജയന്തി ദിവസമാണ്. അപ്പോൾ ഒഴിവാണ്, മെല്ലെ തന്നെയാണ് കേട്ടോ എണീറ്റിട്ടുണ്ടായിരുന്ന. അത് കഴിഞ്ഞ് ശേഷം കണ്ടോ നമ്മുടെ പൈക്കോയും റൗലിയും ഫ്രണ്ടിൽ വന്നിങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് മെല്ലെയാണ് എണീറ്റിട്ടുണ്ടായിരുന്ന, ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ അതിന് ശേഷം എന്താ വന്ന് അത് അവരെയൊക്കെ ഒന്ന് കണ്ട് അങ്ങനെ ഇവർ പാലൊക്കെ നേരത്തെ കുടിച്ചു കേട്ടോ. പിന്നെ നമ്മുടെ അവിടെ ഇന്ന് അക്ഷയാണ് കേട്ടോ കോലം ഇട്ടിട്ടുണ്ടായിരുന്ന, വലിയ കോലം തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ ചില ദിവസം അവളിങ്ങനെ ഇട്ട് നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അവൾ ഇടാന്നാണ് പറയണത് ഇപ്പോൾ കോലം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ കോലം ഒരുവിധം ഒപ്പിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് ആൾ. ഞാൻ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ ഒന്ന് നോക്കിയതിന് ശേഷം വന്നിട്ട് പിന്നെ നമ്മുടെ അവിടെ എല്ലാവിടെയും ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കൈയോടെ തന്നെ മാക്സിമം നമ്മൾ ചുറ്റോട് ചുറ്റും രാവിലെ തന്നെ അടിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരുടെയും രാവിലെ തന്നെ അടിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ലല്ലോ, നല്ല ക്ലീനായി തന്നെ ഇരിക്കുകയും ചെയ്യും. അങ്ങനെ ഞാൻ അവിടെയെല്ലാം അടിച്ച് നമ്മുടെ മേലെ ഉള്ള അടുപ്പും തട്ടും കോലായൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി ഇതുപോലെ വാറാലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തട്ടിയെടുത്ത് കൊടുത്ത് അതൊക്കെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം പിന്നെ നമ്മുടെ വെളിയിലെ അടുപ്പും തട്ടൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ തുടച്ചെടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അതിന് ശേഷം പിന്നെ നമ്മൾ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ നേരെ വന്ന് ചായ കുടി കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഇങ്ങനെയുള്ള പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ കുക്കിംഗ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്ന. ചില ദിവസങ്ങളിൽ അങ്ങനെയാണ്, നമുക്ക് സ്കൂളുണ്ടെങ്കിലല്ലേ വേഗം തന്നെ ഇതെല്ലാം ചെയ്യേണ്ടത് ഉള്ളൂ. ആദ്യം കുക്കിങ്ങൊക്കെ ചെയ്തതിന് ശേഷം ഇത് ഇടയിലൂടെ ഇങ്ങനെ ചെയ്യുന്ന പരിപാടിയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ ആദ്യം ഇതൊക്കെ ചെയ്തിട്ട് കുക്കിംഗ് ചെയ്യാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അങ്ങനെ അതിന് ശേഷം പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പം എന്താ പറയുക, കുറേയൊക്കെ ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇതൊന്നും വന്ന് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതിന് ശേഷം ഞാൻ പിന്നെ വേഗം നമ്മുടെ കോൺ കേട്ടോ, സ്വീറ്റ് കോൺ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ നാളായിട്ടോ നമ്മൾ സാലഡ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കിയിട്ട് വയ്യാണ്ടായതിന് ശേഷം ഇതൊന്നും നമ്മൾ ചെയ്യാറേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ സ്വീറ്റ് കോൺ കൊണ്ടുവന്നപ്പോൾ എന്നാൽ ശരി ഒരു കുഞ്ഞ് സാലഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സ്വീറ്റ് കോൺ, അതുപോലെ നമ്മുടെ നേന്ത്രപ്പഴം, പിന്നെ ഇന്നലെ വാങ്ങിയിട്ടുണ്ടായിരുന്ന വെള്ളരിക്കയുടെ കുറച്ചുണ്ടായിരുന്നു കേട്ടോ. അത് ചേർത്ത് കൊടുത്തു, കുരുമുളക് ചേർത്ത് കൊടുത്ത്, ഉപ്പ് ചേർത്ത് കൊടുത്ത്, ഒരിത്തിരി തേങ്ങ കൂടെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ രാവിലെ കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് സേമിയ ഉപ്മാവാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സാമ്പാറുണ്ട്. ഇതുപോലൊരു പാത്രം സാമ്പാർ ഇങ്ങനെ നമ്മൾ മാറ്റി വയ്ക്കും. അതിന് ശേഷം ഇതിന്ന് കുറേശ്ശെ എടുത്ത് വേണ്ട സമയത്ത് നന്നായി തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അല്ലാണ്ട് ഒരേ പാത്രത്തിലെടുത്ത് അങ്ങനെ തിളപ്പിച്ച് പിന്നെ ആറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം അതെടുത്ത് തിളപ്പിച്ച് അങ്ങനെയല്ല. നമ്മൾ ആയത് ശേഷം അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിന്ന് വേണ്ടത് തെക്കിയെടുത്തിട്ട് തിളപ്പിച്ച് ഉപയോഗിക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ ബാലൻസ് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ എന്താ പറയുക സാമ്പാർ കേടി വരില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകണമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമുക്ക് എല്ലാവരെയും ഒന്ന് അടിച്ചു തുടയ്ക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നിറയെ പേപ്പറുകൾ ഇങ്ങനെ പിച്ചി കീറിയിട്ടിരിക്കുന്നു. അപ്പം ചോദിച്ചപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടികൾ രാവിലെ ചെയറിൻ്റെ അടി കളിക്കുന്നുണ്ടായിരുന്നല്ലോ, അവരുടെ പണിയാണ് കേട്ടോ ഈ പേപ്പറിനൊക്കെ അതുപോലെ ഇങ്ങനെ പിച്ചി കീറിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനതൊക്കെ ഒന്ന് അടിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ അത് അവരാണോ അശ്വിനാണോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ഏട്ടനോട് ചോദിച്ചപ്പോൾ അവരാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എല്ലാവിടെയും ഒന്ന് അടിച്ച് അതിന് ശേഷം എല്ലാവിടെയും ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. പുതിയ മോബാണ് കേട്ടോ നമ്മൾ ഈ വാങ്ങിയിരിക്കുന്നത്. അതെന്താണെന്നറിയില്ല, വെറുതെ അതൊന്നിങ്ങനെ വിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലപോലെ ടൈറ്റാക്കി എടുക്കാനും പറ്റുന്നില്ല. ടൈറ്റാക്കുമ്പോൾ വീണ്ടും ലൂസായി വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ അതെല്ലാം തുടച്ച് കഴിഞ്ഞ് അതിന് ശേഷം നോക്കുമ്പോണ്ട് കോലൂട്ടതിൽ നമ്മുടെ പൈക്കോ പോയി സുഖമായി കിടക്കുകയാണ് കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമായി ഈ കോലത്തിൽ കാണാനും കിടക്കാനും ഒക്കെ കേട്ടോ. അപ്പോൾ അശ്വിനെടുത്തപ്പോൾ ഭയങ്കര സന്തോഷത്തിൽ വാലിങ്ങനെ വീശിന് കണ്ടു. അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി അവിടെ കിടക്കണത്. അതാണ് ഈ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എണീക്കാൻ പറയുമ്പോൾ എണീക്കാണ്ട് വാലൊക്കെ നല്ല പോലെ ആട്ടിയിട്ട്
അങ്ങനെ അവിടെ തന്നെ കിടക്കുകയാണ്. ചിലപ്പോൾ നമ്മൾ മാറിക്കഴിഞ്ഞാൽ അതിൽ ഇരുന്ന് ഇങ്ങനെ ഉരുളെന്ന് കാണാം കേട്ടോ. പിന്നെ അതെല്ലാം കുറച്ച് നേരം നോക്കി നിന്ന് പിന്നെ ഞാൻ വേഗം തന്നെ വന്നിട്ട് ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പപ്പടം കൂടെ ഒന്ന് കാച്ചിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടെ വേഗം തന്നെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ ഇട്ടപ്പോൾ പപ്പടം നന്നല്ലാണ്ടാണ് നല്ലപോലെ പൊങ്ങി വരാതിരുന്നതെന്ന് വിചാരിച്ചു. പിന്നെ നോക്കുമ്പോൾ പപ്പടത്തിൻ്റെ കുഴപ്പമില്ല, പപ്പടത്തിൻ്റെ എണ്ണ ചൂടാകാതെ കാര്യമാണെന്നാണ് വിചാരിച്ചത് കേട്ടോ. പിന്നെ നോക്കുമ്പോൾ പപ്പടത്തിൻ്റെ കുഴപ്പം കൊണ്ടാണ് കേട്ടോ നല്ല പൊങ്ങി വരാണ്ടിരുന്ന പപ്പടം വലിയ നന്നായിരുന്നില്ല. പിന്നെ ഞാൻ ഇന്ന് നമുക്ക് ഉച്ചക്കലേക്ക് കഴിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ പരിപ്പും അരിയൊക്കെ കൂടിയിട്ടുള്ള കിച്ചടിയാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായി തന്നെ ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പപ്പടം കാച്ചി എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ പപ്പടം പിന്നെ നല്ല നാരങ്ങ അച്ചാറുണ്ട്. നമ്മുടെ നാരങ്ങ അച്ചാറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ എന്താ പറയുക പച്ചടിയല്ല എന്താണ് കിച്ചടി. അപ്പോൾ വലിയ കാര്യത്തിൽ അതെല്ലാം കൂടെ എടുത്തിട്ട് വന്നു. പക്ഷെ നല്ല ചൂടായ കാരണം കഴിക്കാൻ ഒരുപാട് നേരം വേണ്ടി വന്നു കേട്ടോ. നമ്മളിപ്പോൾ അടുപ്പിൽ നിന്ന് ഇറക്കി എടുത്തിട്ടല്ലേ ഉള്ളൂ. അത് നല്ല ചൂടായിരുന്നു. പിന്നെ കുറേ നേരമൊക്കെ അത് നമ്മുടെ കിണ്ണത്തിലൊക്കെ ഒഴിച്ച് നല്ലപോലെ ആർച്ചതിന് ശേഷമാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. നെയ്യിലൊക്കെ വറുത്തെടുത്ത കാരണം തന്നെ നമ്മുടെ കിച്ചടി കഴിക്കാൻ ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ. പിന്നെ ഏട്ടനില്ല, ഏട്ടൻ പോയിട്ടുണ്ടായിരുന്നു. കുറേ കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വരാൻ വേഗം പറഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കണം. ഇന്നിപ്പോൾ കുട്ടികൾക്കൊക്കെ ഒഴിവല്ലേ. അപ്പോൾ പിന്നെ എന്താ ഉണ്ടാക്കുക എന്നൊരു കൺഫ്യൂഷനായിരുന്നു. ശരി, അപ്പോൾ കുട്ടികൾ ഇത് മതി പറഞ്ഞപ്പോൾ ഞാൻ ഇതാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ റെസിപ്പി നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് റെസിപ്പികളൊന്നും ഇല്ലാത്തൊരു കുഞ്ഞ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.